The average of some even number starting from 2 is 51. ഇങ്ങനത്തെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഈ പരീക്ഷാ ഹാളിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റഫ് പേജിൽ ചെറിയ കുറച്ച് സംഖ്യകൾ എടുത്ത് കൂട്ടി വെക്കുക. 2, 4, 6, 8, 10. അപ്പോൾ ഇവിടെ വരെ എടുത്തു. ഇതിന്റെ ആവറേജ് നിങ്ങൾക്കറിയാം 6 ആണ്. അപ്പോൾ ആവറേജ് ഓഫ് സം ഈവൻ നമ്പർ സ്റ്റാർട്ടിംഗ് ഫ്രം 2 ഈസ് 6, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് വൺ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. 6നെ ഡബിൾ ചെയ്യുന്നു 12, അതിൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 10. അപ്പോൾ 10 ആയിരിക്കും വലുത്. ചെറുത് നിങ്ങളോട് ചോദിക്കില്ല, കാരണം സ്റ്റാർട്ടിംഗ് ഫ്രം 2 എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ചെറുതിൻ്റെ പ്രസക്തിയില്ല. വലുത് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ധ്യാനം അത് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അത് ഈസിയാണ്. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്തതിന് ചർച്ച ചെയ്യാം. ഇന്ന് കുറച്ച് സ്പീഡിൽ നമ്മൾ പോകേണ്ടതുണ്ട്. ഇന്ന് അവിടെ ക്ലാസ് വെച്ചിട്ടില്ലേ കണ്ണൂർ? ധ്യാന ഇല്ലേ? കണ്ണൂരിൽ നിങ്ങൾക്ക് ക്ലാസ് വെച്ചിട്ടില്ലേ നിങ്ങളുടെ സ്കൂളിൽ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ട്രെയിനിന് വരേണ്ടതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പീഡിൽ പോകേണ്ടതുണ്ട്. വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് 4-digit നമ്പർ that can be written as sum of 3 consecutive natural numbers? മലയാളവും ഇംഗ്ലീഷ് ഞാൻ പറയാം. പറ്റെങ്കിൽ ഒരാൾ പെട്ടെന്ന് തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നന്നായിരുന്നു. കോഹോസ്റ്റായ കുട്ടികൾ ആരെങ്കിലും ഒന്ന്. വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് നമ്പർ which is the smallest number that can be written as sum of 3 consecutive natural numbers. Sum of 3 consecutive natural numbers. ധ്യാന ആ ചോദ്യം ഒന്ന് വായിച്ചേ. Which is the smallest number that can be written as the sum of 3 consecutive numbers? തുടർച്ചയായ 3 എണ്ണൽ സംഖ്യയുടെ തുകയായി എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത് എന്നാണ് ചോദ്യം. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യയുടെ തുകയായി എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? മലയാളം അതാണ്. 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒന്ന് ഓർത്ത് വെക്കുക. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യയുടെ തുകയായിട്ട് എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? മൈക്ക് മ്യൂട്ട് ചെയ്യണേ, ആരെങ്കിലും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. ശരി, പറയാൻ പറ്റുമോ ധ്യാന? തുടർച്ചയായ 3 എണ്ണൽ സംഖ്യയുടെ തുകയായി എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ അവിടെ വന്നു കഴിഞ്ഞു. ഹരീഷ് മണ്ടോടി ഏത് ഐഡിയ ആണ്? ആരാണ്? ഹരിദേവ്. ഓ, എത്രയാണ് ഹരിദേവ് ഉത്തരം? 1000. കേട്ടില്ല. 1002 എങ്ങനെയാ കിട്ടുന്നത്? ഏതൊക്കെയാണ് ആ തുടർച്ചയായ 3 സംഖ്യകൾ? 333, പിന്നെ 334, പിന്നെ 335. ഇത് കൂട്ടിയാൽ എത്ര കിട്ടും? 1002 കിട്ടും. അപ്പം തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകൾ അവയുടെ തുകയായിട്ട് എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4-digit നമ്പർ അത് 1002 ആണ്. ചോദ്യം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. നിങ്ങൾ പലപ്പോഴും ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന സമയത്ത് വെറുതെ ടെൻഷൻ അടിക്കുന്നതാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കൂ. നിങ്ങൾക്കറിയാം ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 1000 ആണെന്നറിയാം. അപ്പം എന്തായാലും 1000ൻ്റെ അടുത്ത് വരുന്ന സാധനം ആയിരിക്കണം. 1000 എന്തായാലും നമുക്ക് തുടർച്ചയായിട്ട് എഴുതാൻ കഴിയില്ല, ഇല്ലേ ഹരിദേവ്? അപ്പോൾ 1002 എന്നുള്ള സംഭവത്തിൽ വരുന്ന സമയത്ത് 1002 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ഈ 1002 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും ഹരിദേവ്?
334. അത് മിഡിൽ നമ്പർ ആയിരിക്കും. ധ്യാന മനസ്സിലായോ അത്? Yes, അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? പറ്റുമെങ്കിൽ ഇംഗ്ലീഷ് വേർഷനിൽ പറയണം, കാരണം ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ കുറേ ഉണ്ട്. okay, sir. In the question, they asked that some three consecutive numbers were added, and what is the four-digit number that is possible as their sum? So we got the answer as 102. So how we got 102 is that we can assume that the number is somewhat around 1000. So what we have to do is 1000 we should divide by 3. 1000 we should divide by 3. We will get 334. That's an average. So we can find that the number before 334, number after 334 is 333 and 335. That's how we got this. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യയുടെ തുകയായി എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അത് 1002 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കുക. 2^12 plus 4^6 plus 8^4 plus 16^3 is equal to 2k. Find the value of k. ചോദ്യം വായിച്ചെടുക്കും ധ്യാനം. 2^12 plus 4^6 plus 8^4 plus 16^3 equals 2k. What is the value of k? ഓക്കെ, പെട്ടെന്ന് കണ്ടുപിടിക്കുക എല്ലാവരും, പെട്ടെന്ന് കണ്ടുപിടിക്കുക. ദേവനന്ദ ഇന്നില്ലേ? ദേവനന്ദ. Yes, sir. യെസ്, ഓക്കെ. ലിന. Yes, sir. ഓക്കെ ഓക്കെ. ദേവനന്ദ, ലിന, പിന്നെ ആരൊക്കെ ഉള്ളത്? നമ്മുടെ കോഹോസ്റ്റായ കുട്ടികളാരൊന്നും ഇല്ലേ? അനാമിക. ആ, പിന്നെ അവരൊക്കെ പറ്റുമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. പറ്റുമെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം വേറെ വേറെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് അത് ഉപകാരമാവും. ശരി, നമ്മുടെ പരീക്ഷ. ഓ, ആരാ ഇത് ടൈപ്പ് ചെയ്തത്? ഏഞ്ചൽ. വെരി ഗുഡ്. അപ്പോൾ ഏഞ്ചൽ ഏത് സ്കൂളാ? കോട്ടൂളിയ. അതെവിടെയാ സ്ഥലം? മലപ്പുറം ജില്ല. ഒന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വിളിക്കണം. മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന കുട്ടി നമ്മുടെ കൂട്ടത്തിൽ വേണം എനിക്ക്, കോഹോസ്റ്റ് ആയിട്ട്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഏഞ്ചൽ ഒന്ന് വിളിക്കണേ. പ്രോവിഡൻസ് സ്കൂളിലെ കുട്ടികളിൽ നിന്നുണ്ടോ? പ്രോവിഡൻസ്. യെസ്. ബി എം ഉണ്ടോ? കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ്. യെസ്. തലശ്ശേരി സെന്റ് ജോസഫ് ബോയ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. നരിക്കുന്ന് യു പി. നരിക്കുന്ന്. ഓക്കെ. ഇനി ഏതൊക്കെ സ്കൂളാണ് ഉള്ളത്? സ്കൂളിന്റെ പേരെന്ന് പറയാമോ? മാക്കൂട്ടം. പിന്നെ ആ, ഓക്കെ. പിന്നെ ഓക്കെ. ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഈ വിളിക്കാത്ത പേരുകളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഗുഡ്. യെസ്, നമുക്ക് ഈ ആൻസറിലേക്ക് പോകേണ്ടതുണ്ട്. ഈ ആൻസർ ഏതാന്ന് നോക്കുക. നിങ്ങൾ വന്ന സ്കൂളിന്റെ മാത്രം ടൈപ്പ് ചെയ്താൽ 2^12 പ്ലസ് നമുക്ക് എല്ലാം 2ന്റെ ഭാഗമാക്കണം. ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാം 2ന്റെ ഭാഗമായിട്ട് വരാം. അപ്പൊ 2^4 2^2 all6 എന്ന് എഴുതാം, പ്ലസ് 2^3 all4 എന്ന് എഴുതാം, പ്ലസ് 2^4 all3 എന്നും എഴുതാം. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന 2k. അതാണ് 2k. ഇവിടെ 2^12 പ്ലസ് 2 into 6 that is 12, plus 2^4 into 3 that is 12,
plus 2 raised to 4 into 3, that is 12, is it equal to 2 raised to k. 1, 2, 3, 4. Here there are 2 raised to 12 4 times is equal to 2 raised to k. 2 raised to 12 into ഈ 4നെ നമുക്ക് 2 raised to 2 എന്ന് എഴുതാം is equal to 2 raised to k. So 2 raised to 12 plus 2 a raised to m into a raised to n, a raised to m plus n എന്ന് പറയുന്നത് പോലെ 2 raised to 12 plus 2, that is 14. 2 raised to 14 is equal to 2 raised to k. K is equal to 14. Our answer is ready. Clear ആയോ? ചോദിച്ചോളൂ ഡൗട്ട് ചോദിച്ചോളൂ. 2 raised to 0 plus 2 raised to 1 plus 2 raised to 2 plus etc plus 2 raised to 10 equal to. ആ ചോദ്യം ഒന്ന് ടൈപ്പ് ചെയ്ത് ഇങ്ങോട്ട് അയക്കണം. 2 raised to 0യുടെ വില 1 ആണ്. ഡൗട്ട് ചോദിച്ച കുട്ടിയുടെ പേരെന്താ? സംശയം ചോദിച്ച കുട്ടിയുടെ പേരെന്താണ്? ആ ചോദ്യം ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ശരി, ഈ കാര്യം മനസ്സിലായോ ധ്യാന? ഓക്കെ, അപ്പം ഇത് ഇത്ര ചോദ്യം വരും എന്നുള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ മനസ്സിലായതാണ്. അതുകൊണ്ട് ഇതേത് രീതിയിൽ ചോദിക്കാം. അടുത്ത ചോദ്യം, a raised to 300 is equal to 4a raised to 100. Find the value of a. പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഞാൻ കുട്ടികൾ എത്രയാണ് ടൈപ്പ് ചെയ്തത്? എയുടെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. എയുടെ വില 2 ആണ്. ഞാനിപ്പോൾ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, കുട്ടികളെല്ലാം ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ a raised to 300 is equal to 4a all raised to 100 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് 2ലേക്ക് പോകുന്നത് നോക്കാം. is equal to, ഇവിടെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാലോ. 4നെ 2 സ്ക്വയർ a all raised to 100 എന്ന് എഴുതാം is equal to, അതാണ് നമുക്ക് എയുടെ വില കാണേണ്ടത്. a raised to 300 is equal to, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എക്കും 2 raised to 2നും പ്രത്യേകമായിട്ട് ഗുണിക്കണം നമ്മൾ. 2 into 100 എത്രയാണ് ധ്യാന? 200 into a raised to 1 into 100 100. ഇനി നമുക്ക് അടുത്ത ജോലി, ഈ a raised to 100നെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരലാണ്. ഈ മൾട്ടിപ്പിൾ ഇപ്പുറം ആയി വന്നാൽ ഡിവിഷൻ ആയിട്ട് മാറും എന്ന് നിങ്ങൾക്കറിയാം. a raised to 100 അത് ഇങ്ങോട്ട് വന്നു, സമചിഹ്നത്തിന് ഇപ്പുറത്തേക്ക് വന്നു. is equal to 2 raised to 200. അത്ര വരെ മനസ്സിലായോ ധ്യാന? അതായത് ഇവിടെ ഇൻറ്റു a raised to 100 അല്ലേ ഉള്ളത്. മൾട്ടിപ്പിൾ ഈ സമചിഹ്നത്തിന്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡിവിഷൻ ആയിട്ട് മാറും, അതറിയാലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ a raised to 300 അടുത്തേക്ക് ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഇൻറ്റു ആണ്, അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ a raised to 100 വരും, അതറിയില്ലേ? അപ്പൊ അങ്ങനെയാവുമ്പോൾ ഈ a raised to 300 ഡിവൈഡഡ് ബൈ a raised to 100 എന്ന് പറഞ്ഞാൽ 300-ൽ നിന്ന് 100 മൈനസ് ചെയ്താൽ മതി. അത് നിങ്ങൾ പഠിച്ചതാണ്. a raised to m by a raised to n is equal to a raised to m minus n, m is greater than n എന്ന്, അല്ലേ? അപ്പോൾ 300-ൽ നിന്ന് 100 മൈനസ് ചെയ്താൽ എത്രയാണ്?
200. അപ്പൊ ഇവിടെ a raised to 200 is equal to 2 raised to 200 എന്ന് വരുന്നു. ഈ 200 200 അങ്ങ് ഒഴിവായാൽ a is equal to 2 എന്ന് കിട്ടും. മനസ്സിലായി? മനസ്സിലായി. എയുടെ വില ഇപ്പോൾ 2 ആണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വില ഇവിടെ ഇട്ട് വെക്കാം. എയുടെ വില നിങ്ങൾ 2 എന്ന് വേണമെങ്കിൽ ഇവിടെ ചേർത്ത് വെക്കാം. ഇവിടെ എയുടെ വില 2 ചേർത്ത് വെച്ചാൽ 2/300 എന്ന് കിട്ടും. തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് 2/300 കിട്ടുമോ എന്ന് നിങ്ങൾക്ക് നോക്കാം. കാരണം ഇവിടെ 4 2/2 ആണ്. a⁻100ലേക്ക് പോകുമ്പോൾ ഇത് 300ലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം 2/2 × 100 200 ഇൻറ്റു a⁻1 100 രണ്ടും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് 300 കിട്ടുകയും ചെയ്യും. ക്ലിയർ ആയിക്കോ ധ്യാന? ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പോഴത്തെ സൈഡിലേക്ക് കൊണ്ടുവരണം. a⁻300/a⁻100 എന്ന് കിട്ടും. അത് നമ്മൾക്ക് 2 എന്ന ആൻസറിലും വരുന്നുണ്ട്. കാരണം a⁻300 ഈക്വൽസ് 2/200 ആണ്. 7 200 2 200 കട്ടാകുമ്പോൾ 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ എയുടെ വില എത്രയാണ്? 2 ആണ്. ഇനി മനസ്സിലാകാത്തവർ വീഡിയോ ഒന്നുകൂടി കണ്ടാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷം USSന് വേണ്ടി തയ്യാറാക്കുന്നത് നമ്മൾ 50 വീഡിയോസാണ്. ഇതിപ്പം 48ാമത്തെ വട്ടമാണ്. എല്ലാ വീഡിയോയിലും പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ, നമ്പേഴ്സ്, ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫാക്ടേഴ്സിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന മോഡൽ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചോദ്യമാണ് വന്നത്. അത് സ്ക്വയർ റൂട്ടിനുള്ളിൽ വന്നതാണ്. ഫാക്ടേഴ്സായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാവും. 1 മാർക്കിൻ്റെ ചോദ്യം എന്തായാലും ഉറപ്പാണ്. പക്ഷെ അത് എങ്ങനെ വരും എന്നുള്ളതാണ് പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്നത് 10/10 എത്ര ഘടകങ്ങളുണ്ടെന്നാണ്. 10/10. അതിന് ഉത്തരം 121 നിങ്ങൾ എഴുതി കൊടുത്തതാണ്. അത് കുറച്ചുകൂടി ഈസി ആയിരുന്നു. പക്ഷെ നിങ്ങളോട് ഘടകങ്ങളുടെ എണ്ണം തന്നിട്ട് സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? 12 ഘടകങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചാലോ? Which is the smallest number having 12 factors? Which is the smallest number having 12 factors എന്ന് ചോദിച്ചാലോ? അത് ആൻസർ വന്നു കഴിഞ്ഞു. ധ്യാനക്കറിയാമോ അതെങ്ങനെ ആൻസർ കണ്ടുപിടിക്കേണ്ടതെന്ന്? ഇല്ല, അത് പഠിക്കണം. നേരെ തിരിച്ചും ചോദിക്കാം. 12 ഘടകങ്ങളിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? കുട്ടികൾ ടൈപ്പ് ചെയ്തു. ആൻസർ ടൈപ്പ് ചെയ്ത കുട്ടി ആരെന്ന് നോക്കട്ടെ. ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്യട്ടെ. കുറേ കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. യെസ്, ആൻസർ ടൈപ്പ് ചെയ്ത ഒരു കുട്ടി മുന്നോട്ട് വരൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് 60 കിട്ടിയത്? ആരാണ് 60 ടൈപ്പ് ചെയ്തത്? ധ്യാന, 60 ടൈപ്പ് ചെയ്തൊരു കുട്ടിയുടെ പേര് പറയൂ. ഏത് സ്കൂളാണെന്ന് പറയൂ. ആരുമില്ലേ? മൈക്കോണാണല്ലോ, ആരും മിണ്ടുന്നില്ല. ശരി, ഓ ആരും മിണ്ടുന്നില്ല. ചിലപ്പം ഗസ് ചെയ്തായിരിക്കുമോ, അറിയില്ല. 60 ആണ് റൈറ്റ് ആൻസർ. 60 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ 60 ആണ്. ടൈപ്പ് ചെയ്ത കുട്ടി ആരാണ്? ആരില്ല, ഉടമസ്ഥനില്ല. പോട്ടെ, സാരമില്ല, നമുക്ക് നോക്കാം. ഇങ്ങനെ നമ്മൾ 12 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് നമ്മളോട് ചോദ്യം. അത് ആൻസർ 60 ആണ്. കുട്ടികൾ ടൈപ്പ് ചെയ്ത് ശരിയാണ്. നമുക്കറിയാം 72-നും 12 ഘടകങ്ങളാണെന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ 72ന്റെ കാര്യമൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചുകൊണ്ട് നിങ്ങൾ 12 ചിലപ്പം 72 എന്ന് ഉത്തരം എഴുതി കൊടുക്കാം. അതല്ല ശരി, 60 ആണ് ശരി. ചോദ്യം ഇതാണ്, 12 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ്. അത് 60 ആണെന്ന് നമ്മൾ അവകാശപ്പെട്ടു. എങ്ങനെയാണ് അത് കിട്ടുന്നത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രൈം നമ്പേഴ്സ് ഒരു ഭാഗത്ത് എഴുതിയാണ് വെക്കുക. ഇതിന്റെ ഉത്തരം കിട്ടാനുള്ള എളുപ്പമാർഗ്ഗം പറയുന്നത്.
2 3 5 ഈ മൂന്നെണ്ണെങ്കിലും എഴുതിയാൽ മതി. അതാണ് എഴുതി വെക്കുക. ഇത് എഴുതിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ 12നെ ഫാക്ടറൈസ് ചെയ്യാം. 12നെ 2 കൊണ്ട് അടിച്ചാൽ 6 കിട്ടും, 6നെ 2 കൊണ്ട് അടിച്ചാൽ 3 കിട്ടും. നമ്മുടെ ജോലി കഴിഞ്ഞു. 2 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ് ഈ 12 എന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ഏറ്റവും വലിയ സംഖ്യ 3 ആണ്. ഏറ്റവും വലുത് 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞിരിക്കുന്ന ഈ 3 ഇവിടെ പ്രൈം നമ്പറിൽ ഏറ്റവും ചെറിയ പ്രൈം നമ്പറിനായ 3 ഇവിടെ ഇട്ട് കൊടുക്കുക. 2ന് ഈ പവർ കൊടുക്കുക. പിന്നെ ഈ ക്രമത്തിൽ 2 കൊടുക്കുന്നു, ഇവിടെ 2 കൊടുക്കുന്നു. ഇവിടെ 3ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ് ധ്യാന? 2. അപ്പോൾ 2/2. ഈ 2ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 3/1. 5/2. 2ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 5 ആണ്. അപ്പോൾ ഇവിടെ 5/1 എന്ന് കിട്ടും. 5/1 എന്ന് കിട്ടും. അവിടെ 2/2 4, 4 × 3 × 5, 4 × 3 12, 12 × 60. ഇത് ക്ലിയർ ആയിട്ടില്ല എന്ന് എനിക്കറിയാം. ഒന്നുകൂടി ഞാൻ പറയാം. നിങ്ങളോട് ചോദിച്ചത് 60 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഈ ധ്യാനക്ക് മനസ്സിലായോ ഞാൻ എന്തിനാണ് ഈ 3ൽ നിന്ന് 2 കുറച്ചെന്നുള്ളത്? അല്ല സോറി, 3ൽ നിന്ന് 1 മൈനസ് ചെയ്തെന്നുള്ളത് മനസ്സിലായോ? ഇല്ല. നമ്മൾ എപ്പോഴും 1 പ്ലസ് ചെയ്യാറില്ലേ തിരിച്ചങ്ങോട്ട്? ഇനി നമുക്ക് നേരെ തിരിച്ച് ഇതിന്റെ റിവേഴ്സ് ഒന്ന് ചിന്തിക്കാം. 60ന്റെ ഘടകങ്ങളൊന്ന് പരിശോധിക്കാം. 60നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തു 2 കൊണ്ട്. 30 കിട്ടി, വീണ്ടും 2 കൊണ്ട്. പിന്നെ 15 കിട്ടി, പിന്നെ 3 കൊണ്ട്. പിന്നെ 5 കിട്ടി. ഇങ്ങനെയാണല്ലോ നമുക്ക് കണ്ടുപിടിക്കരുത്. അപ്പൊ 2/2 ഇൻറ്റു 3/1 ഇൻറ്റു 5/1 ആണ് നമ്മൾ ചെയ്യാറ്. ഇവിടെയാണ് നമ്മൾ +1 ഇട്ട് കൊടുക്കുക. +1 +1 +1. അങ്ങനെ 3 ഇൻറ്റു 2 ഇൻറ്റു 2 ചെയ്തു. അപ്പൊ 60ന്റെ ഘടകങ്ങൾ കിട്ടാൻ പോവുകയാണ്. 3 2 6 2 12. ഇതായിരുന്നു നമ്മൾ 60ന്റെ ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ എടുത്ത മാർഗം. ഇനി നേരെ തിരിച്ച് ചോദ്യം ഇതാണ്: 12 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് നിങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്തു വെക്കേണ്ടത് ഈ പ്രൈം നമ്പർ ആണ് എഴുതിയത് വെക്കുക. എന്നാൽ അത് തെറ്റിപ്പോകില്ല. 2 3 5 എന്നാണ് എഴുതി വെക്കുക. അതിനുശേഷം ഈ 12നെ ഫാക്ടറൈസ് ചെയ്യാം. 2 കൊണ്ട് 6 കിട്ടും, 2 കൊണ്ട് 3 കിട്ടും. അപ്പൊ 2 2 3 എന്നീ ക്രമത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. ആ 2ന് 3 എന്ന പവർ കൊടുക്കുക. പിന്നെ അടുത്താക്കി 2 എന്ന പവർ കൊടുക്കുക. അടുത്താക്കി 2 എന്ന പവർ കൊടുക്കുക. 3 ആളുണ്ടെങ്കിൽ. ഇവിടെ എന്റെ ചോദ്യം, ഈ 3 ലഭിച്ചത് നമുക്കറിയാം ഇവിടെ +1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനൊരു 1 കുറച്ച് കളയുന്നു. 2/2 നേരുന്നു, 3/1 നേരുന്നു, 5/1 നേരുന്നു. അങ്ങനെ നമുക്ക് 60 കിട്ടുന്നു. മനസ്സിലായോ ധ്യാന? ഇനി നേരെ തിരിച്ച് 10 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് വെച്ചാലോ? 10 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ 48 കിട്ടിയത്. ഒരു കുട്ടി പറയാമോ? അനാമിക പറയാമോ 48 എങ്ങനെയാ കിട്ടുന്നത്? ഇത് 10നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. 2 5 കിട്ടി. 2 5 കിട്ടിയാൽ ഉടനെ നമ്മുടെ ജോലി എന്താന്ന് പറഞ്ഞാൽ ഈ പ്രൈം നമ്പർ ഇവിടെ എഴുതി വെക്കുക. 2 3 5 ക്രമത്തിൽ എഴുതി വെക്കുക. പക്ഷെ ഇവിടെ 2 ആളായതുകൊണ്ട് 2 3 എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ ഈ 3ന് നമ്മൾ എന്ത് ചെയ്യുക? 5 എന്നുള്ള പവർ കൊടുക്കുക. നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. 3ന് 5, അതായത് 2 3 എന്ന് എഴുതിയിട്ട് 3ന് 5 എന്നുള്ള പവർ കൊടുത്തു. 2ന് 2 3 എന്ന് എഴുതിയതിനു ശേഷം ഏറ്റവും ചെറിയ പ്രൈം നമ്പർ, സോറി ഏറ്റവും ചെറുത് ഏതായിരുന്നു ഇവിടെ? 2. അപ്പോ ഏറ്റവും ചെറുതിനല്ലേ നമ്മൾ ഇത് കൊടുക്കേണ്ടത്. ഏറ്റവും ചെറുതിന് നമ്മൾ 5 എന്നുള്ള പവർ കൊടുത്തു. അവിടുത്തെ 2ന് എത്ര കൊടുക്കുന്നു? 2 കൊടുക്കും. അങ്ങനെയാണോ? ഇവിടെ 3. ഏതാണ്? എവിടെയാ 3 ഉള്ളത്? ഏറ്റവും ചെറുതിന് 2/5 കൊടുത്തില്ലേ? അപ്പൊ ഈ 5ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്?
2/4 കിട്ടും ഇൻറ്റു പിന്നെ 3 ആണ് നമുക്ക് ഇവിടെ വരേണ്ടത്. 3 നമ്മൾ കൊടുത്തപ്പോൾ ആ പവറിൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പൊ 2/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16. 16 × 3 എത്രയാണ്? 48. 48. അപ്പൊ ഇവിടെ 48 ലഭിക്കുന്നു. കാർത്തിക് വന്നു. കാർത്തിക് അതൊന്ന് 48 കിട്ടിയത് എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കും. ഈ 10 അത് മൈക്ക് ഓൺ ചെയ്ത് വെച്ചിക്കല്ലോ, എക്കോ വരുന്നുണ്ടേ, ശ്രദ്ധിക്കുക. ഇപ്പൊ ക്ലിയർ ആയോ? 2 ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ആ പ്രശ്നം വരുന്നത്. ഓക്കെ, പറയൂ. 10 ഘടകങ്ങളുടെ സംഖ്യ കണ്ടുപിടിക്കാൻ ആദ്യം 10 നമ്മൾ ഫാക്ടറൈസ് ചെയ്യാം. 10ന് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയായ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5 കിട്ടും. 5 അഭാജ്യ സംഖ്യകൾ കൊണ്ട് ആവർത്തനം കിട്ടും. അതായത് 2 അഭാജ്യ സംഖ്യകളുടെ അപ്പുറത്ത് എഴുതാം 2, 3. അതിൽ ഏറ്റവും വലിയ കൃതി ഏറ്റവും ആദ്യത്തെ അഭാജ്യ സംഖ്യയിലേക്ക്, അതായത് 2/5. ഏറ്റവും ചെറിയ കൃതി അടുത്ത അഭാജ്യ സംഖ്യയുടെ കൃതിയായിട്ട് എഴുതാം 3/2. ഈ ഓരോ സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഘടകങ്ങൾ കാണുമ്പോൾ 1 കൂട്ടുക ചെയ്യുന്നത്. 1 കൂടിയിട്ടല്ല, പിന്നെ 1 കുറച്ച് കളയും. ഇപ്പൊ 2/4 × 3/1. 2/4 എന്ന് പറയുന്നത് 4 സ്ക്വയർ 16 ആണ്. 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. 16 × 3 എന്ന് പറയുന്നത് 48 ആണ്. അപ്പൊ 10 ഘടകങ്ങളുടെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 48. 10 ഘടകങ്ങളിലെ ഏറ്റവും ചെറിയ സംഖ്യ 48-ന് പകരം കുട്ടികൾ 80 എന്ന് എഴുതി വെക്കും. കാരണം കുട്ടികൾ 80 പഠിച്ചിട്ടുണ്ട്. 80-ൽ 10 ഘടകങ്ങളാണ് ഉള്ളത്. ശരിയാണ്, 80 ഫാക്ടറൈസ് ചെയ്താൽ 10 ഘടകങ്ങളാണ് ഉള്ളത്. പക്ഷെ അത് 48 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഈ രീതിയിൽ ചെയ്തു നോക്കണം. ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്ര ഘടകങ്ങളുടെ ഏറ്റവും ചെറിയ സംഖ്യ എഴുതുന്നത്. അത് 10 ചോദിക്കാം, 12 ചോദിക്കാം. 10 ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 48 എഴുതുക, 12 ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 60 എഴുതുക. അത് രണ്ടും അവിടെ പഠിച്ചു വെച്ചോളൂ. കാരണം ഇതൊന്നും ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും ഓപ്ഷനിൽ അത് കാണാണ്ട് എഴുതിക്കോളുക. 10 ഘടകങ്ങളുടെ ഏറ്റവും ചെറിയ സംഖ്യ 48 12 ഘടകങ്ങളുടെ ഏറ്റവും ചെറിയ സംഖ്യ 60 എന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അത് ഉത്തരം എഴുതേണ്ടി വരും. ധ്യാന പോകാം, നമുക്ക് മുന്നോട്ട് പോകാം. ഈ സിൽവർ ജൂബിലി എത്ര വർഷം കൂടുമ്പോഴാണ്? 50യോ? അപ്പം ഗോൾഡൻ ജൂബിലിയോ? സിൽവർ ജൂബിലി ധ്യാന 25 ആണ് വർഷം. ഗോൾഡൻ ജൂബിലി അറിയാവോ എപ്പോഴാണ്? അത് 50 ആണ്. പിന്നെ ഏതൊക്കെ ജൂബിലികളാണ് ഉള്ളത്? ഡയമണ്ട് ജൂബിലിയോ? ഡയമണ്ട് ജൂബിലി എത്ര വർഷം? അപ്പൊ പ്ലാറ്റിനോ? അതൊക്കെ പഠിച്ചു ചിലപ്പോൾ ചോദിച്ചാലോ. ഡയമണ്ട്, പ്ലാറ്റിനം, പിന്നെ അവസാനം സെഞ്ചുറിയും വരും. സെഞ്ചുറി എനിക്കറിയാം. സെഞ്ചുറി എനിക്ക് കണ്ടില്ലാന്നറിയാം. സിൽവർ 25. ഇനി അടുത്ത ഗോൾഡൻ 50. അടുത്തത് ഡയമണ്ട് ജൂബിലി 60 ആണ്. പ്ലാറ്റിനം 75 ആണ്. 60, 75 അത് പഠിച്ചു വെച്ചോളൂ. ഒന്ന് പറഞ്ഞ ധ്യാന. അത് സിൽവർ ജൂബിലി 25 years, ഗോൾഡൻ ജൂബിലി 50 years, ഡയമണ്ട് 50 years, ഡയമണ്ട് ജൂബിലി 50 years, പ്ലാറ്റിനം ജൂബിലി 75 years, സെഞ്ചുറി 100. ഈ സിൽവർ ജൂബിലി ഇതിൻ്റെയൊക്കെ മലയാളം അറിയായിരിക്കൂലേ? രജത ജൂബിലി, സുവർണ ജൂബിലി, വജ്ര ജൂബിലി, പ്ലാറ്റിനം ജൂബിലി, സെഞ്ചുറി. ഈ വർഷം ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഒരു പക്ഷേ വന്നോളാന്നില്ല ചോദ്യം. നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം മോഡൽ കണ്ടപ്പോൾ എവിടെ നിന്ന് ചോദ്യം വരിക എന്നുള്ളതിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം. 3600-ന് എത്ര ഈവൺ ഫാക്ടേഴ്സ് ഉണ്ട്? ഫാക്ടേഴ്സിൻ്റെ അടുത്തൊരു ചോദ്യം പ്രതീക്ഷിക്കാം.
3600 എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ട്? നിങ്ങൾക്കറിയാം, നിങ്ങൾ സംഖ്യകളുടെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 12 ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 1, 12, 2, 6, 3 and 4 എന്നിങ്ങനെ എഴുതി കഴിഞ്ഞാൽ 12 എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ടാകാൻ എത്ര ഈവൻ നമ്പർ ഉണ്ടെന്നാണ് ഘടകങ്ങളിൽ. 1, 2, 3, 4 4 ഈവൻ ഫാക്ടേഴ്സും 2 ഓഡ് ഫാക്ടേഴ്സും ആണ് ഉള്ളത്. 3600 എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. ഇതിനെ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നു. 1800 കിട്ടി. കോഹോസ്റ്റായ കുട്ടി ഒന്ന് സ്കൂളിൽ തന്നാൽ നമുക്ക് വേഗം കഴിയായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വേഗം പറഞ്ഞ സുഖമായിരുന്നു. 450 വീണ്ടും 2 കൊണ്ട് 225 കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? 5 കൊണ്ടോ 3 കൊണ്ടോ ചെയ്യാം. 5 കൊണ്ട് ചെയ്താൽ എത്ര കിട്ടും? 45 കിട്ടുമോ? 45നെ വീണ്ടും 5 കൊണ്ട് 9 കിട്ടും. 3 കൊണ്ട് 3 കിട്ടും. ശരി, ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് 2/4 എന്നും 5/2 എന്നും 3/2 എന്നും കിട്ടും. ഇവിടെയൊക്കെയാണ് നിങ്ങൾ +1 ഇട്ട് കൊടുക്കുന്നത്. +1 +1 +1. അങ്ങനെ ചെയ്തതിന് ശേഷം 5 × 3 × 3 ആണല്ലോ ഇതിന്റെ ഉത്തരം. അങ്ങനെ 45 ആണ് ഇതിന്റെ മൊത്തം ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സിന്റെ എണ്ണം 45 ആണ്. ഈ 45 ഫാക്ടേഴ്സ് നിങ്ങൾ മൊത്തം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ 45ൽ നിന്ന് നിങ്ങൾ ഇവിടെ ഓഡ് നമ്പറിന്റെ മേലെയുള്ള 5, 3 ഓഡ് നമ്പർ ആണ്. അതിന്റെ മേലെയുള്ള ഈ സംഖ്യകൾ 3 × 3 അതിൽ 9 ഇതിൽ നിന്ന് മൈനസ് ചെയ്തത്. 45ൽ നിന്ന് 9 മൈനസ് ചെയ്യും. സോ യു വിൽ ഗെറ്റ് 36. അപ്പോൾ 3600 ഈവൻ ഫാക്ടേഴ്സിന്റെ എണ്ണം 36 ആണ്. 36 എണ്ണാണ്. ഇത് വേറെ രീതിയിൽ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 9 മൈനസ് ചെയ്യുന്നത് ഇവിടെ 5ഉം 3ഉം അല്ലേ ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ പവർ ആണല്ലോ 2 + 1 2 + 1. അങ്ങനെ 3 9 മൈനസ് ചെയ്യുന്നു. ഇനി കേട്ടോ? മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ. ഇനി വേറൊരു പരിപാടി ഉണ്ട്. ഈ 3 + 3 എത്രയാ മോളെ? 3+. ഓക്കെ. ഇനി 3 × 3യോ? 9. ഈ 9നെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 9 × 4. 9 × 4 36. അങ്ങനെ നമുക്ക് 36 കിട്ടും. കാർത്തിക് അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? കാർത്തിക് 3600 എത്ര ഇരട്ട ഘടകങ്ങളുണ്ടെന്നാണ് ചോദ്യം. ആദ്യം നമ്മൾ 3600 ഫാക്ടറൈസ് ചെയ്യാം. 3600 2 കൊണ്ട് ഹരിച്ചാൽ 1800 കിട്ടും. 1800 2 കൊണ്ട് ഹരിച്ചാൽ 900 കിട്ടും. 900 2 കൊണ്ട് ഹരിച്ചാൽ 480. 480 2 കൊണ്ട് ഹരിച്ചാൽ 225. 225നെ 2 കൊണ്ട് ഹരിക്കാത്തത് ആകാത്തതിനാൽ 5 കൊണ്ട് ഹരിക്കുക. 225നെ 5 കൊണ്ട് ഹരിച്ചാൽ 45 കിട്ടും. 45നെ 5 കൊണ്ട് ഹരിച്ചാൽ 9 കിട്ടും. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. അപ്പൊ 2/4 × 5/2 × 3/2. ഇരട്ട ഘടകങ്ങൾ ചോദിച്ചത് കൊണ്ട് ഇരട്ട സംഖ്യയുടെ കൃതികളെ വെട്ടിക്കളയാം. ബാക്കിയുള്ള 5/2 × 3/2. അതിൻ്റെ ഒരു +1 +1 3 × 3 അതായത് 9. 9 ആണ് നോക്കുക. എന്നിട്ട് ആകെ ഘടകം നോക്കുക. 2/4 × 4 × 5/2 × 2 × 3/2. +1 +1 +1 5 × 3 × 3 അതായത് 9 × 5 = 45. ഈ 45ന് 9 കുറച്ചതായിരിക്കും ഇരട്ട ഘടകങ്ങളുടെ എണ്ണം, അതായത് 36. വേറെ രീതി കൂടി ഉണ്ട്. ഒറ്റ സംഖ്യകളുടെ കൃതികൾ തമ്മിൽ ഗുണിച്ചിട്ട് കൃതികളിൽ 1 കൂട്ടി ഗുണിച്ചിട്ട് അത് ഇരട്ട സംഖ്യയുടെ കൃതി കൊണ്ട് ഗുണിച്ചാൽ ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ട് അവതരിപ്പിച്ചു അല്ലേ ധ്യാന? കാർത്തിക് മലയാളം മീഡിയം എന്നുള്ള പ്രശ്നമില്ല. ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളിലുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിലേക്കും അവർക്ക് മാറ്റി പറയാവുന്ന പറ്റുന്നത്. ഇതാ ധ്യാന, ഒരു റെക്റ്റാങ്കിൾ ഞാൻ വരച്ചു. ആ റെക്റ്റാങ്കിളിനെ
4 റെക്ടാങ്കിളായിട്ട് മാറ്റി, എന്നിട്ട് ഇവിടെ ഞാൻ 30ഉം 20ഉം 42 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര എഴുതണം? ഇതെല്ലാം ഏരിയയാണ്. ഇതിന്റെ ഏരിയയാണിത്, ഇതിന്റെ ഏരിയയാണിത്, ഇതിന്റെ ഏരിയയാണിത്, എല്ലാം പരപ്പളവാണ്. ഇവിടുത്തെ എത്രയായിരിക്കും പറയും? 18 അല്ല, ഓക്കെ. യെസ് കാർത്തികേ, ഇതിന്റെ ആൻസർ എത്രയാണ് പറയും? 28ആണ്. അത് എങ്ങനെയാ കിട്ടുന്നത്? 30ന്റെ ഇടത് ഭാഗത്തുള്ള വശത്തെ ആ 20ന്റെ വശം തുല്യമായിരിക്കില്ല. ആ നമ്മൾ ആടെ 5 കൊടുക്കുക. 5 കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാണത്? 5 കൊടുക്കുക എന്നങ്ങ് തീരുമാനിക്കലാണോ? ചെയ്തു നോക്കല്ല. 30ന്റെയും 20ന്റെയും HCF എത്രയാണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഈ HCF എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എങ്ങനെ കണ്ടെത്തും? ഏറ്റവും വലിയ പൊതുഘടകമാണ് 1 പൊതുഘടകം എന്നാണ് ഇപ്പം പറയുന്നത്. 1 പൊതുഘടകം നമുക്കിപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15 കിട്ടും. ഇവിടെ നമുക്ക് 10 കിട്ടും. നമ്മൾ ഇവിടെ ഇനി നമുക്ക് ഇതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഒരേപോലെയുള്ള സംഖ്യ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5. അപ്പൊ 3 and 2 കിട്ടും. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. കാരണം HCF ആകുമ്പോൾ നമ്മൾ കോമൺ ഫാക്ടർ മാത്രമേ പരിഗണിക്കൂ. അപ്പൊ ഇവിടെ 2ന്റെയും 5ന്റെയും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന 10 ആണ് ഇതിന്റെ HCF. 10 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ കാർത്തിക് പറഞ്ഞ പോലെ 5 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4 ആയിരിക്കുമല്ലോ കാർത്തിക്, ഉറപ്പല്ലേ? അപ്പൊ 4 × 5, ഈ 10 നമ്മൾ 2 ആയിട്ട് എടുത്തു, 5 ഇവിടെയും വെച്ചു കൊടുത്തു, അങ്ങനെ 6 × 5 30 കിട്ടി. ഇനി നമുക്കറിയാം ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എന്തായാലും 6 ആയിരിക്കും. അപ്പൊ 6നെ 7 കൊണ്ട് ഗുണിച്ചാലാണല്ലോ 42. ഇനി ഇവിടെ 7 ആകുമ്പോൾ ഇവിടെ എന്തായാലും ഈ 4 കൊണ്ടും വരും, 7 4 28. കാർത്തികേ ഓക്കെ ആയോ ഇപ്പോ? ഓക്കെ. ഇനി ഇതേ രീതിയിൽ വേറൊരു ചോദ്യം, ഇതൊരിക്കലും വളരെ മുമ്പ് വന്ന ചോദ്യമാണ്. ഇവിടെ 28, ഇവിടെ 32, ഇവിടെ ഡാഷ് ആൻഡ് ഹിയർ 56. എത്രയാണ്? കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്, നോക്കി പറഞ്ഞാൽ മതി. 49 റൈറ്റ് ആൻസർ ആണ്. 49 ആണ്. എങ്ങനെയാ കാർത്തികേ 49 കിട്ടുന്നത് അറിയാമോ? 49 കിട്ടും. 49 കിട്ടിയ ഒരു കുട്ടി പറയൂ, എങ്ങനെയാ 49 കിട്ടിയത്? മൈക്ക് ഓൺ ആണ്. 49 കിട്ടിയത് എങ്ങനെയാണെന്ന് പറയാമോ? പെട്ടെന്ന് 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 ആർക്കെങ്കിലും പറയാൻ പറ്റുമോ 49 എങ്ങനെയാ കിട്ടിയത്? പറയാം. ഹലോ, പോയോ? ആ ഇത് 56 അല്ലേ? ആ 4 × 8 ആണ് 32. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4 എടുക്കാൻ നമുക്ക് 28ന്റെയും 32ന്റെയും HCF നമ്മൾ പിടിച്ചു. അങ്ങനെയാണെങ്കിൽ 4 × എത്രയാണ് 28? 7. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകേണ്ടത് ഇവിടെയുള്ള 56 എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. കാരണം ഈ 8 ഇവിടെ വരുമല്ലോ, 8 ഇവിടെ വരും. അപ്പം 7 × 8 56 കിട്ടും. അപ്പോൾ ഇവിടെ ഈ 49 എങ്ങനെ കിട്ടും? 7 ഇവിടെ വരും, പിന്നെ ഈ 7 ഇവിടെ വരും. 7 × 7 49 വരും. ക്ലിയർ ആയോ? അത് ധ്യാന? യെസ് ഓർ നോ? ധ്യാന ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. ഇനി അടുത്ത ക്ലിയർ ആകാത്തവർ ഒന്നുകൂടി വീഡിയോ കണ്ടിട്ട് ക്ലിയർ ആക്കുക. ചിലപ്പോൾ നമ്മൾക്ക് കൗണ്ടിങ് ഫിഗേഴ്സ് ചോദ്യം വരും. അതിന്റെ ട്രിക്ക് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. കൗണ്ടിങ് ഫിഗേഴ്സ് ചോദ്യം വരും ഇങ്ങനെയാണ്. ഇപ്പൊ റെക്ടാങ്കിൾ തരും 1 2 3. ഇതിൽ എത്ര റെക്ടാങ്കിൾ എന്ന് ചോദിച്ചാൽ ഇത് LSSRോട് കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യമാണ്.
1 2 3 എന്നിവിടെ എഴുതി കൊടുക്കുന്നു. 1 2 എന്ന് എഴുതുന്നു. ഹൗ മെനി റെക്ടാങ്കിൾസ് ആർ ഹിയർ എന്ന് ചോദിച്ചാൽ ഇതിന്റെ എളുപ്പമാർഗം 1 + 2 + 3 that is 6. 1 + 2 that is 3. 6 × 3 18. അപ്പോൾ ഇവിടെ റെക്ടാങ്കിളിന്റെ എണ്ണം 18 ആണ്. വീട്ടിൽ നിന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് 18 ഇല്ലെന്ന് നോക്കിയാൽ മതി. ഇത് ക്ലിയർ ആയോ ധ്യാന? യെസ്, ഇത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി നിങ്ങൾക്ക് സ്ക്വയറിന്റെ എണ്ണം ചോദിച്ചാൽ അടുത്ത മാർഗം നോക്കുക. സ്ക്വയറിന്റെ എണ്ണം എങ്ങനെയാ ചോദിക്കാൻ? ഞാനിത് സ്ക്വയർ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്, ശ്രദ്ധിക്കുക. ഇതിന് സ്ക്വയർ എന്ന് വിചാരിച്ചാൽ 1 2 3 4. ഇതിപ്പോൾ ഞാൻ സ്കെയിലൊന്നും വെക്കാതെ വരച്ചുകൊണ്ട് സ്ക്വയർ ആണ് തൽക്കാലം വിചാരിക്കുക. 1 2 3 4. ഇവിടെ 1 2 3 4. ഇവിടെ 1 2 3. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദെയർ എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഇവിടെയുള്ള ഈ വലുതിനെ എടുക്കുക, ഇവിടെയുള്ള ഈ വലുതിനെ എടുക്കുക. 3ഉം 4ഉം. അപ്പൊ 3ഉം 4ഉം തമ്മിൽ ആദ്യം ഗുണിച്ചാണ് എഴുതുക 12. ഇവിടെ രണ്ടാമത്തെ വലുത് 3 ആണ്, ഇവിടെ അടുത്തത് 2 ആണ്. അപ്പം 3 × 2 എഴുതുക. 3 2 6. അടുത്തത് 2 ആണ്, അടുത്തത് 1 ആണ്. 2 × 1 = 2. അത് എത്രയാണ് കൂട്ടിയാൽ കിട്ടുക? 20. അപ്പം അതിന്റെ ആൻസർ അതാണ് 20. ഇനി ഇത് രണ്ടും അല്ലാതെ വേറെ ടൈപ്പിൽ സ്ക്വയർ ചോദിക്കാം. അതെങ്ങനെയാന്ന് നോക്കിക്കോളൂ. വേറെ ടൈപ്പ് സ്ക്വയർ ചോദിക്കുന്നത് അതെങ്ങനെയാന്ന് നോക്കിക്കോളൂ. ഇപ്പൊ ഇവിടെ 1 2 1 2 ഇങ്ങനെ 9 കള്ളി കൊടുത്തു. 9 സ്ക്വയർ ആണെന്ന് തൽക്കാലം വിചാരിക്കുക. ഈ 9 സ്ക്വയർ ആയിട്ട് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് 1 + 4 + 9. 9 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. ഇതിന്റെ ആൻസർ 14 ആണ്. ഇതിൽ നിങ്ങൾക്ക് 14 സ്ക്വയർ കിട്ടണം. ഇനി അതേ സമയത്ത് ഇത് ഞാനൊന്ന് എല്ലാം ചെയ്തിട്ട് ഒന്ന് അധികമാക്കി 16 ആണെങ്കിൽ അതിന്റെ ഉത്തരം വീണ്ടും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ 16 വരെ കൂടും എന്നർത്ഥം. അപ്പൊ അതിന്റെ ഉത്തരം 30 ആണ്. ഇനി കാർത്തികേ, ഞാൻ ഇവിടെ നിന്ന് ഒരു ചെറിയ പീസ് മാറ്റുകയാണ്. ഒരു ചെറിയ പീസ് ഇവിടുന്ന് എടുത്ത് മാറ്റി. ഇതിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഈ ചെറിയ പീസ് ഡോട്ട് ഇട്ടിരുന്നതാണ് കൊടുത്തതിന് ശേഷം 30 കണ്ടെത്തിയതിന് ശേഷം ഒരു വരി നിങ്ങൾ മൈനസ് ചെയ്യുക. 1 2 3 4 4 ഒരു റോ നിങ്ങളങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് 26 കിട്ടും. അപ്പൊ ഇവിടെ ലാസ്റ്റ് ഒരു പീസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരു പീസ് ഒഴിവാക്കിയാൽ അതിനുള്ള മറുപടി ഇതും കൂടി ഉൾപ്പെടെ കണ്ടെത്തിയതിന് ശേഷം ഒരു ലൈൻ നിങ്ങൾ മൈനസ് ചെയ്യുന്നു. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായില്ല എന്ന് പറയുന്ന കുറെ കുട്ടികൾ. കാർത്തിക ഇത് മനസ്സിലായോ? കാർത്തിക എന്ന് പറഞ്ഞു കൊടുക്കൂ. ഒരു സ്ക്വയറിന്റെ ചതുരങ്ങളുടെ എണ്ണം കാണാൻ 9 കള്ളികളുണ്ടാണെങ്കിൽ ആ 9 പേരുള്ള സ്ക്വയർ നമ്പേഴ്സ് കൊടുക്കുക. അതായത് സ്ക്വയർ രീതിയിൽ 1 2 3 3 1 2 3 3 × 3 9 2 × 2 4 1 × 1 1. അങ്ങനെയാണ് സ്ക്വയർ നമ്പേഴ്സ്. അപ്പോൾ അത് കൂട്ടിയാൽ 14 കിട്ടുക. അതുപോലെ തന്നെ വേറൊരു സംഭവമാണിത്. 4 താഴത്ത് 4 സൈഡിലോട്ടുള്ള ഈ സ്ക്വയറിന് ഒരു കല്ല് മാറ്റിയാൽ എത്ര കിട്ടാണ്? അപ്പൊ ആദ്യം എത്ര മൊത്തം കൂടി കൂട്ടിയിട്ട് എത്ര ഉണ്ട് നോക്കുക. 4 × 4 3 × 3 2 × 2 അങ്ങനെ വേണമെന്നില്ല. 1 4 9 16 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് 30 നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾക്ക് ഈ ഒരു ചെറിയൊരു പീസ് ഇല്ല. അതില്ലെങ്കിൽ ഈ 30 കണ്ടെത്തിയതിനു ശേഷം ഒരു ഭാഗത്തുള്ള ഒരു വരി എണ്ണുക. 1 2 3 4 അങ്ങനെ ഒരു വരി എണ്ണിയതിനു ശേഷം ആ 30-ൽ നിന്ന് 4 അങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പൊ 26 കിട്ടും. 26 ആൻസർ. ഇനി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത് 26 നോക്കിയാൽ മതി. കാരണം ഇത് 4 കൂടി കൂടിയാൽ സ്ക്വയർ ആവും, ഇത് 4 കൂടിയാൽ സ്ക്വയർ ആവും, ഇത് 4 കൂടി കൂടിയാൽ സ്ക്വയർ ആവും, ഇത് 4 കൂടി കൂടിയാൽ സ്ക്വയർ ആവും. ഇങ്ങനെ നിങ്ങൾ വീട്ടിൽ നിന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് എണ്ണി നോക്കൂ. 26 എന്നെ വിളിക്കൂ.
ഇനി നമുക്ക് ഇതിന്റെ ട്രയാങ്കിളിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ ട്രയാങ്കിൾ ഇങ്ങനെ കൊടുക്കും, ഇവിടെ വേറൊന്ന് കൊടുക്കും, എന്നിട്ടോ ഇത് രണ്ടും കൂടി ഞാൻ കട്ട് ഇതാക്കുക. ഹൗ മെനി ട്രയാങ്കിൾസ് പറഞ്ഞോളൂ. ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് കാർത്തികേയൻ? ഇതിന്റെ മറുപടി ഈ ഭാഗത്തെട്ടും ഈ ഭാഗത്തെട്ടും 8 8 16. 16ന്റെ കൂടെ ഇവിടെ 2 ജോയിന്റ് ഉണ്ട്. ഒരു ജോയിന്റ് ഇവിടെയും ഒരു ജോയിന്റ് ഇവിടെയും ഉണ്ട്. 16 + 2 18 ആയി. 2 കുട്ടികൾ ടൈപ്പ് ചെയ്തിരിക്കുന്നു എനിക്ക് തോന്നുന്നു. അത് ടൈപ്പ് ചെയ്തിട്ടുണ്ടോ 18? ഇല്ല. ഓ 8 വന്ന് കാണിച്ചതാ. ഇവിടെ 8 എനിക്ക് കാണിച്ചത് നോക്കോ. 1 2 3 4. കാർത്തിക 4 കിട്ടിയോ? 4. 1 2 കൂടിയാ കിട്ടിയല്ലോ. 1 2 3 കിട്ടിയാ കിട്ടിയല്ലേ? 3 4 ചേർന്നാ കിട്ടൂലേ? 1 4 ചേർന്നാ കിട്ടൂലേ? അപ്പൊ 4 5 6 7 8. ഇനി ഇത് ജോയിന്റ് ആകുമ്പോ എങ്ങനെയാണ് 2 അധികം വരുന്നത് നോക്കോ കാർത്തിക. ഇത് ജോയിന്റ് ആകുമ്പോ 2 അധികം വരുന്നത് നോക്കോളെ. ഇവിടെയും 1 2 3 4 8 ഇവിടെ കിട്ടി, 8 ഇവിടെ കിട്ടി. ഇനി ജോയിന്റ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന വലിയ ത്രികോണം നോക്കോ. 1 2 മനസ്സിലായില്ലേ? യെസ് ഓർ നോ? ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെയാണ്. സ്റ്റാർ 1 2 3 4 5. 1 2 3 4 5. ഞാൻ സ്റ്റാർ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് സർക്കിൾ വരച്ചത്. ഇതിൽ എത്ര ത്രികോണമുണ്ട് കാർത്തിക്? ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദേർ? 8 അല്ല 10 ഉണ്ടാവും. 10. ചെറുത് 5 ഉണ്ടാവും. 1 2 3 4 5. ചെറുത് 5, വലുതുണ്ടാവും 5. 5 5 10 ഉണ്ടാവും. അത് നിങ്ങൾക്ക് സംശയം തീർക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു 1നെ മറച്ചു വെക്കുക, 5നെ മറച്ചു വെക്കുക. അപ്പം ഇവിടെ ഏതെങ്കിലും ഒരു അക്ഷരം പേരും എ എന്നുള്ള അക്ഷരത്തെ കൊടുത്താൽ എ 1A4 1A3 4A2. ഈ രീതിയിൽ ഈ 2 മാത്രം മറച്ചു വെച്ചാൽ ബാക്കിയുള്ള വലുത് 5 കിട്ടും. കാർത്തിക് മനസ്സിലായോ? യെസ്. അതൊക്കെ വീട്ടിൽ നിന്ന് നോക്കാം. കാരണം ചിലപ്പോൾ കൗണ്ടിങ് ഫിഗേഴ്സ് വന്നുകൂടാൻ ഇല്ല, എവിടുന്ന് ചോദ്യങ്ങൾ വരാം. ഇനി അടുത്ത് നല്ലൊരു ചോദ്യം കൂടി തന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് 6:00 അവസാനിപ്പിക്കേണ്ട, 7:00 ട്രെയിൻ ഉണ്ട്, കണ്ണൂരേക്ക് പോകേണ്ടതാണ്. ശരി, അടുത്ത ചോദ്യം വളരെ രസകരമായ ചോദ്യമാണ്. തന്നോട്ടെ. എല്ലാവരും സന്തോഷത്തോടു കൂടി പറയൂ, തന്നോളൂ. മൈക്കോണല്ലേ? മൈക്കോണാണല്ലോ. ഇതെന്താ മിണ്ടാത്തതാരും? യെസ്. ആദ്യം മലയാളം എഴുതുന്നു, പിന്നെ ഇംഗ്ലീഷ് എഴുതുന്നു. ശ്രദ്ധിക്കുക. ഇതാ 7 9 11 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ, നന്നായിരുന്നു. 7 9 11 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം 1 3 5 എന്നീ റിമൈൻഡർ വരണം. ശിഷ്ടം കിട്ടണം. ലഭിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ആ ചോദ്യം കാർത്തിക് ഒന്ന് വായിച്ചേ. കാർത്തിക് പോയി തോന്നുന്നു, അവന് മൈക്ക് മ്യൂട്ടാണ്. അത് നേരത്തെ വിളിക്കാത്തതുകൊണ്ട്. ചോദ്യം ഒന്ന് വായിച്ചേ കാർത്തിക്. ഞാൻ അതിന് ഇംഗ്ലീഷ് വേർഷൻ എഴുതാം. ധ്യാനാണ് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കും. What is the smallest number that leaves reminders
ധ്യാനം പോയോ? Yes, sir. The remainders 1, 3 and 5. When it is divided by 7, 9 and 11. ഒന്ന് വായിച്ചേ മോളെ. What would we call a number that leaves reminders 1, 3 and 5 when it is divided by 7, 9 and 11? കാർത്തിക് അതിന്റെ മലയാളം ഒന്ന് വായിച്ചേ. കാർത്തിക് മലയാളം ഒന്ന് വായിച്ചേ. 7, 9, 11 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം 1, 3, 5 എന്നീ സിസ്റ്റം വരുന്ന ചെറിയ സംഖ്യയിലും. ഓക്കെ. ദേവനന്ദ കേൾക്കാമോ? Yes, sir. യെസ്. ലീന കേൾക്കാമോ? കേൾക്കാം. എല്ലാവർക്കും കേൾക്കാം. നിങ്ങൾക്കത് ആ ചെറിയ സംഖ്യ ഏതാന്ന് കിട്ടിയോ? No, sir. ആർക്കും കിട്ടിയിട്ടില്ല. എല്ലാവരും ഫിഫ്ത്ത് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓ എല്ലാവരും ഫിഫ്ത്ത് ടൈപ്പ് ചെയ്യുന്നുണ്ട്. 6ഓ? എങ്ങനെ 6 കിട്ടുക? അതൊന്നല്ലേ ധ്യാന, ഇതിന്റെ ഉത്തരം കിട്ടിയോ? ഇല്ല. ഇത് നല്ല ചോദ്യമാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ശ്രദ്ധിക്കുക. കാരണം ചില ചോദ്യങ്ങൾ ഞാൻ വളരെ ഫോക്കസ് ചെയ്ത് പറയുന്നത് ശ്രദ്ധിക്കുക. 7, 9, 11 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 1, 3 7 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരണം, 9 കൊണ്ട് ഹരിക്കുമ്പോൾ പിന്നെ 3 ശിഷ്ടം വരണം, 11 കൊണ്ട് ഹരിക്കുമ്പോൾ പിന്നെ 5 ശിഷ്ടം വരണം. ഇങ്ങനെ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ജോലി 7ന്റെയും 9ന്റെയും 11ന്റെയും LCM കാണും. പറഞ്ഞോ, എങ്ങനെ LCM കാണും? മൈക്ക് ഓണാക്കാൻ പറ്റുന്ന കുട്ടികൾ പറയുക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒക്കെ അങ്ങ് എടുക്കാം. അതാണല്ലോ LCM ചെയ്യുന്നത്. എല്ലാം ഒന്നാക്കി മാറ്റാൻ നമ്മുടെ ജോലി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കാരണം 9 കൂടെ ഉള്ളതുകൊണ്ട്. 7 ഇവിടെ എഴുതി, 9ന് 3, 9, 11 എഴുതി. വീണ്ടും 3ന്റെ പ്രശ്നം ഒഴിവാക്കി എടുക്കട്ടെ. 7 എഴുതി, 1, 3, 3, 11 എഴുതി. പിന്നെ ഇതൊക്കെ പ്രയത്നം പ്രായതുകൊണ്ട് ഒരു സ്റ്റെപ്പ് കൂടി അവിടെ എഴുതിക്ക്, ഒരു സുഖമാണ്. 1, 7, 1, 11 എഴുതി. വീണ്ടും നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1, 1, 1 എഴുതി. അപ്പോൾ കാര്യം കിട്ടിക്കഴിഞ്ഞു. ഇത് തമ്മിൽ ഗുണിച്ചാലും മതി, അത് വേറെ കാര്യം. 3 × 3 × 7 × 11 അതെത്രയാണ് ധ്യാന? 693, 693 ആണ്. അപ്പൊ ഇതിന്റെ LCM ഇതാണെന്ന് മനസ്സിലായി. പക്ഷെ നമുക്കുള്ള പ്രശ്നം നിങ്ങളോട് ശിഷ്ടം വരുന്നല്ല ചോദിച്ചത്, ശിഷ്ടം ഇതൊക്കെ വരുന്നതെന്നാണ് ചോദിച്ചത്. അങ്ങനെയാകുമ്പോൾ എന്താണ് അടുത്ത മാർഗം? നമ്മൾ അതിന്റെ LCM എടുക്കുക. ഏതിന്റെ? 1, 3, 5. അതെത്രയാ? 15. എന്നിട്ടോ? എന്നിട്ട് മറ്റേ 693 കൂട്ടുക. എന്നാലോ? നമുക്ക് 708 കിട്ടും. അതല്ലല്ലോ നമ്മൾ ഉത്തരം. 657 ആണല്ലോ. ഇതിന്റെ ആൻസർ 687 അല്ലേ ആൻസർ കിട്ടേണ്ടത്. കാരണം 15 കുറച്ചാൽ കിട്ടില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 693 കിട്ടിയത് വരെ ശരിയാണ്. അതിൽ നിന്ന് ഞാൻ 6 ആണ് മൈനസ് ചെയ്യുന്നത്. എന്നാലോ 687 ആണ്. 687 കിട്ടുന്നു. ഈ 6 ഞാൻ മൈനസ് ചെയ്യാൻ കാരണം എന്താണ്? ആർക്കും അറിയാം? 7ൽ നിന്ന് 1 കുറച്ചാൽ 6 ആണ്. 9ൽ നിന്ന് 3 കുറച്ചാലും 6 ആണ്. 11ൽ നിന്ന് 5 കുറച്ചാലും 6 ആണ്. അപ്പം 6 കുറയ്ക്കാനുള്ള കാരണം എന്താണ്? കാർത്തിക് പിടികിട്ടിയോ?
പിടികിട്ടിയോ? ആ എന്നാ പറയൂ പറയൂ പറയൂ. 7, 9, 11 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം 1, 3, 5 എന്നിവ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 7, 9, 11ന്റെ LCM കാണാം. അതെല്ലാം അഭാജ്യ സംഖ്യ, അതെല്ലാം അടുത്തടുത്ത് 10 സംഖ്യകളായതുകൊണ്ട് അതിന്റെ ഗുണനഫലം കണ്ടാലും 9 ഇൻറ്റു 11 എന്ന് പറയുന്നത് 99ആണ്. 99 ഇൻറ്റു 7 എന്ന് പറയുന്നത് 693ആണ്. 7ന്റെ ശിഷ്ടം വരേണ്ടത് 1ആണ്. 9ന്റെ ശിഷ്ടം വരേണ്ടത് 3ആണ്. 11ന്റെ ശിഷ്ടം വരേണ്ടത് 5ആണ്. 7 1 കുറച്ചാൽ 6ആണ്. 9 3 പോയാലും 6ആണ്. 11 5 പോയാലും 6ആണ്. അപ്പൊ ഇതിലൊക്കെ പൊതുവായിട്ടുള്ള ഒരാളാണ് 6. അപ്പൊ 693 6 കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ 693 6 കുറച്ചാൽ 687. കാർത്തികേ, നേരത്തെ ആ കുട്ടി പറഞ്ഞത് ഇതിന്റെ മേലോട്ട് പോയതും സംഗതി ശരിയാണെങ്കിലും നമ്മളോട് ചോദിച്ച ഏറ്റവും കുറഞ്ഞ ചെറിയ സംഖ്യ എന്നല്ലേ ചോദിച്ചത്? ഓക്കെ, അപ്പോൾ അത് 657ആണ്. ഇത് ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. ക്ലിയർ ആവാത്തവർ ഇതിലുണ്ടെങ്കിൽ ഇതിന്റെ ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്ക്. ഒരു പരീക്ഷയ്ക്ക് വന്നതാണ്. ഇതുപോലെ തന്നെ ചോദ്യം. സമയം കഴിയില്ല. 9, 11, 13 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം 1, 3, 5 എന്നിവ ശിഷ്ടം വരണം. അങ്ങനെയുള്ള ഏറ്റവും ചെറിയ സംഖ്യ 9, 11, 13 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം 1, 3, 5 എന്നിവ റിമൈൻഡർ വരണം. അങ്ങനെയുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത്? കാർത്തിക്, എന്താ ചെയ്യേണ്ടത്? 9 ഇൻറ്റു 11 ഇൻറ്റു 13. 9 ഇൻറ്റു 11 ഇൻറ്റു 13 നമ്മൾ ചെയ്തു. എത്ര കിട്ടി? Sir, 1280. ഇത് ചെയ്തപ്പോൾ ഇത് ഞാൻ ചോദിക്കുന്നത്, ഇത് ചെയ്തപ്പോൾ എത്ര കിട്ടി എന്നെ ചോദ്യം. ഇത് ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 1287 കിട്ടി. ശരി, ഈ 1287 കിട്ടിയാൽ നിങ്ങൾക്ക് LCM ആവുന്നേ ഉള്ളൂ. പക്ഷേ LCM ആവുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇത് ശിഷ്ടം വരണ്ടേ? ഇത് ശിഷ്ടം വരണമെങ്കിൽ 9ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? അല്ല, 9ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എത്രയാണ്? 8. 11ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ എത്രയാണ്? 13 5 മൈനസ് ചെയ്താൽ എത്രയാണ്? 8. ആ 8 ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കളിയാ. അപ്പൊ എത്ര കിട്ടും? 1279 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇത് ക്ലിയർ ആയവർക്ക് യെസ് എന്ന് പറയാം. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഞാൻ ഇനിയും ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ തരാനൊന്നും ഇപ്പോൾ സമയമില്ല. ശ്രദ്ധിക്കുക, ഇനിയുള്ള നമ്മുടെ ക്ലാസ്സുകൾ ശനിയാഴ്ച, നാളെ നിങ്ങൾക്ക് ക്ലാസ് ഇല്ല. ശനിയാഴ്ച തൃശ്ശൂർക്ക് പോവുകയാണ്. നാളെ നിങ്ങൾക്ക് ക്ലാസ് ഇല്ല. ഞായറാഴ്ച രാവിലെ നാളത്തെ നിങ്ങളുടെ KPSTയുടെ മോഡൽ എക്സാം കഴിഞ്ഞ ആ പേപ്പർ എടുത്ത് വെക്കുക. അപ്പോൾ 3 പേപ്പേഴ്സാണ് ഇപ്പോൾ അടുത്ത കാലത്ത് മോഡൽ. ഒന്ന് KSTU, ഒന്ന് KSTA, ഒന്ന് വരാനിരിക്കുന്ന KPSTU. ഈ 3 സംഘടനകളുടെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കുന്നു. നമ്മൾ ഞായറാഴ്ച രാവിലെ 5:30 മണി മുതൽ, വേറൊരു പ്രോഗ്രാമിന് പോകരുത് നിങ്ങൾ. 5:30 മണി മുതൽ തുടങ്ങിയിട്ട് ഒരു കുറച്ച് നേരം 2 മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ രാവിലെ ഇരിക്കും. കാരണം നിങ്ങൾക്ക് ഇനി ബുധനാഴ്ചയാണ് പരീക്ഷ. ഇനി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകരുത്. കൃത്യമായിട്ട് പഠിക്കണം. നിങ്ങൾക്കറിയാലോ, കണക്കിനാണ് നിങ്ങൾ പിടിക്കേണ്ടത്. മറ്റ് വിഷയങ്ങളൊക്കെ തന്നാലെ വന്നോളും. കണക്കിന് നിങ്ങൾ 20 പിടിച്ചോളും. അത് കുറേ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രയാസമൊക്കെ ആയിട്ട് വരും. അത് നിങ്ങൾ വിളിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. വാട്സപ്പ് ചെയ്താൽ മതി ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിലൊക്കെ. അപ്പോൾ ഞായറാഴ്ച രാവിലെ പങ്കെടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്ന് പറയാൻ നോക്ക്. പിന്നെ തിങ്കളാഴ്ച രാവിലെ ക്ലാസ്, ചൊവ്വാഴ്ച രാവിലെയും ക്ലാസ് വരും. അതോടുകൂടി ചിലപ്പോൾ ഒരു വൈകുന്നേരമുള്ള ക്ലാസ് യൂട്യൂബിൽ ലൈവായിട്ടും വരും.
അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി എല്ലാ ചോദ്യങ്ങളും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് ഞാനൊരു ചോദ്യം തന്നുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. 4, 9, 20, 43, 90. What is the next number? ഈ ചോദ്യത്തിൻ്റെ ആൻസർ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഞായറാഴ്ച രാവിലെയാണ് അടുത്ത ക്ലാസ്. കൂടുതൽ ചോദ്യങ്ങളുണ്ട്, അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയം നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.